ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന വേൾഡ് കപ്പിലെ അർജന്റീന ദേശീയ ടീമിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. അതായത് വേൾഡ് കപ്പ് നിലനിർത്തുക എന്നുള്ളതാണ് അർജന്റീനയുടെ ലക്ഷ്യം. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ സ്കലോണിയും അദ്ദേഹത്തിന്റെ കോച്ചിങ് സ്റ്റാഫും ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഹെർണൻ ക്ലോസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് വേൾഡ് കപ്പിലേക്ക് പോവാൻ സാധ്യതയുള്ള താരങ്ങളുമായി അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി നേർക്കുനേർ ഇപ്പോൾ സംസാരിക്കുന്നു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് മുഖാമുഖം കൂടിക്കാഴ്ചകൾ നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ സ്കലോണി തന്റെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുള്ളത്. അതിനർത്ഥം കഴിഞ്ഞ ദിവസം അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ താരങ്ങളെ ഈ പരിശീലകൻ കണ്ടുമുട്ടിയിരുന്നു. ഹൂലിയൻ ആൽവരസുമായൊക്കെ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അതിനു മുന്നേ നിക്കോളാസ് ഓട്ടമെന്റിയെ ലിസ്ബണിൽ വെച്ചുകൊണ്ട് നേരിട്ട് കണ്ടുമുട്ടിയിരുന്നു. ഇനിയിപ്പോൾ ഫ്രാങ്കോ മസ്റ്റാൻഡുവോനയെ കണ്ടുമുട്ടാനുള്ള ഒരുക്കത്തിലാണ് ഈ പരിശീലകൻ ഉള്ളത്. കൂടാതെ തിയാഗോ അൽമേഡ, ജൂലിയാനോ സിമിയോണി എന്നിവരുമായും കൂടിക്കാഴ്ചകൾ നടത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് സ്കലോണിയുടെ പ്ലാൻ എന്തെന്ന് വെച്ചാൽ വേൾഡ് കപ്പിലേക്ക് പോവാൻ സാധ്യതയുള്ള എല്ലാ താരങ്ങളുമായും നേർക്കുനേർ സംസാരിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി കൊണ്ടാണ് അദ്ദേഹം യൂറോപ്പിൽ ഇപ്പോൾ വിസിറ്റ് നടത്തുന്നത്. എല്ലാ അർജന്റീൻ താരങ്ങളുമായും അദ്ദേഹം ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും മാർച്ച് മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് അർജന്റീന ദേശീയ ടീമിനെ കാത്തിരിക്കുന്നത്. അതായത് മാർച്ച് 27-ാം തീയതിയാണ് ഫൈനലിസിമ അർജന്റീന കളിക്കുക. അതിനുശേഷം മാർച്ച് 31-ാം തീയതി ഖത്തറിനെതിരെ ഒരു മത്സരം അർജന്റീനക്ക് കളിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വേൾഡ് കപ്പിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ എന്നിവരാണ് അർജന്റീനയുടെ എതിരാളികളായി കൊണ്ടുവരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.